ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാജിക്കും കാര്യങ്ങളൊന്നും അല്ല. ഇന്ന് ഞാൻ സ്നോ ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾ M4ടെക്കിന്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും സ്നോ ഉണ്ടാക്കുന്ന വീഡിയോ, ആർട്ടിഫിഷ്യലായിട്ട് സ്നോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഒരു സ്നോ എങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ സ്നോ ഉണ്ടാക്കാനുള്ള പൗഡർ. ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിന്റെ പേര് സോഡിയം പോളിയാക്രിലേറ്റ് എന്നാണ്. അപ്പോൾ ഇതിന് മറ്റേ വെള്ളത്തിനെ വലിച്ചെടുക്കാനുള്ള ശക്തി വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ടാല് വെള്ളത്തിനെ വലിച്ചെടുത്തിട്ട് അത് സ്നോ പോലെയാവും. അതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് ആമസോണിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കറക്റ്റ് ഒരു പൊടിയാണ് ഇത്. അരിപ്പൊടിയെല്ലാം പോലത്തെ ഒരു പൊടിയാണ്. പിന്നെ ഇത് മറ്റേ കെമിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വാങ്ങിയത് ആമസോണിനായതുകൊണ്ട് 200 രൂപയാണ് ഇത് കൊടുത്തത്. ഏകദേശം 250 ഗ്രാം ഉണ്ട്. ഞാനിപ്പോ സ്നോ ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് കൂടുതൽ ചെയ്യാം. ആദ്യം ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നോയുടെ പൊടി ഞാൻ കുറച്ച് കയ്യിലെടുക്കുകയാണ്. ഇത് കയ്യിലെടുക്കുന്നതുകൊണ്ട് പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കയ്യിലെടുക്കുകയാണ് ഞാൻ. ഇതുപോലെ ഇത്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ ഇവിടെ വെക്കുകയാണ്. അപ്പോൾ കാണാൻ സാധിക്കും ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ. കാണാൻ സാധിക്കുമോ? ഞാൻ ഇതിനകത്ത് ഇടുകയാണ്. അപ്പോൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാണാൻ സാധിക്കും കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഇതിലേക്ക് നിറച്ചും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ സ്നോ ഏകദേശം റെഡിയാവാനായിട്ടുണ്ട്. ഇത് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. സ്നോ പെട്ടെന്ന് തന്നെ റെഡിയാവുന്നതായിരിക്കും. കാണാൻ സാധിക്കും സ്നോ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്നോ ഒക്കെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. കാണാൻ സാധിക്കും സ്നോ കറക്റ്റ് ഒരു മിനിറ്റ്, 1 to 2 മിനിറ്റ് വെച്ചാൽ കറക്റ്റായിട്ട് സ്നോ ആയി വരുന്നതായിരിക്കും. ഇനി നമുക്കിതൊന്ന് എടുത്തു നോക്കാം. കണ്ട ഗൈസ്, അടിപൊളിയായിട്ട് കറക്റ്റ് സ്നോ തന്നെയായി വന്നിട്ടുണ്ട്. കണ്ട ഗൈസ്, കറക്റ്റ് സ്നോ ആണ്. നോക്കിക്കോ, കറക്റ്റ് ഒറിജിനൽ സ്നോ പോലെ തന്നെ ഉണ്ട്. ഇത് പിടിക്കുമ്പോഴൊക്കെ നല്ലൊരു രസമുണ്ട്, കൈക്ക് നല്ലൊരു രസമുണ്ട്. കറക്റ്റ് സ്നോ എങ്ങനെയാണോ പിടിക്കുന്നത് അതേപോലെ തന്നെ ഉണ്ട് ഇതും കാണാനായിട്ട്. ഇത് വീഡിയോയിൽ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. നല്ല വൈറ്റ് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൂടുതലായിട്ട് ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഗൈസ്, നമുക്ക് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു ബക്കറ്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പൊടി മുഴുവനായിട്ട് നമ്മൾ ആ ഒരു ബക്കറ്റിലേക്ക് ഇടാൻ പോവുകയാണ്. കാണാൻ സാധിക്കോ, ഞാൻ ആ ഒരു പൊടി മുഴുവനായിട്ട് ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ സാധിക്കോ ഇത്ര ഈ ഒരു പൊടിയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവാണേ. നോക്കിക്കോ, ഇതിൽ നിറച്ച് ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാണേ. അപ്പോൾ ഇതിൽ ഞാൻ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാണാൻ സാധിക്കും ഇതിൽ ഫുള്ളായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ ഇത് ഫുള്ളായിട്ട് സ്നോ ആവുന്നത് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ഉറുമ്പ് കണ്ട അതിൻ്റെ അകത്ത് നീന്തിപ്പോന്നെ. കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളെ സ്നോ ഒക്കെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ സ്നോ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് ചെരിഞ്ഞ് വെക്കാം. അപ്പം മനസ്സിലാവും സ്നോ എങ്ങനെയാണുള്ളതെന്ന്. അപ്പം ഞാൻ ഫുള്ള് സ്നോ ഇതിലേക്ക് ചെരിഞ്ഞിട്ടുണ്ട്. കാണാൻ സാധിക്കും കുറച്ച് കൂടി ബാക്കിയുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കേണ്ടതാണ്. ഗൈസ്, നമ്മുടെ സ്നോ കണ്ട ഇതെത്ര പൊടിയാണ്. ഒരു ഇത്തിരി പൊടിയിൽ നിന്നാണ് ഇത്രയും സ്നോ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കാണാൻ സാധിക്കോ? സ്നോ കണ്ടോ? അപ്പൊ ഗൈസ്, കണ്ട നമ്മുടെ സ്നോ അടിപൊളിയായിട്ടുണ്ട്. ഒറിജിനൽ സ്നോ പോലെ തന്നെ ഉണ്ട്. നമ്മൾ നേരത്തെ ആക്കിയ പോലെ തന്നെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എത്രയുണ്ട് ഗൈസ്? ഇതിലേക്ക് എന്നും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ എന്നും കിട്ടും നമുക്ക്. ഗൈസ്, നല്ല
സ്നോ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു സ്നോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സോഡിയം പോളിയാക്രിലേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാട്ടർ അബ്സോർബിങ് പവർ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിനെ വലിച്ചെടുത്തിട്ട് വെള്ളത്തിനെ അത് സ്നോ പോലെ ആക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഈ ഒരു സംഭവം നമുക്ക് ക്രിസ്മസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, പുൽക്കൂളിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് കളിക്കാനെടുക്കാം. പിന്നെ വായിലൊന്നും ഇടാൻ പാടില്ല. വായിലിട്ടാൽ വായിലുള്ള വെള്ളം കൂടി സ്നോ ആയി പോകും. അപ്പോൾ വായിലൊന്നും ഇടാതെ സൂക്ഷിക്കുക. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി ഞാൻ എത്തിക്കുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.